പ്രാണായാമം എന്ന് പറയുന്ന സാധനം മുഴുവൻ എന്താണ്? 2 മാദക വസ്തുക്കളെ നിയന്ത്രിച്ചാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. നമ്മുടെ ശരീരത്തിലെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും നില മാറുമ്പോൾ, ബ്രെയിനിൽ അതിൻ്റെ അളവ് മാറുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വികാര ഭാവങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ നോർമലായിട്ടിരിക്കുന്ന നിങ്ങളുടെ തലച്ചോറിലേക്കുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ ഫ്ലോ നിയന്ത്രിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. മനസ്സിലായി? ഒരു കൊച്ചിപ്പിടിയിലും ഒരു പറയലും ഒരു ഉന്മാദവും ഒക്കെ ഉണ്ടാവും. ചോക്കിംഗ് ഗെയിം എന്ന് പറയുന്നൊരു ഗെയിമുണ്ട്, അമേരിക്കയിലൊക്കെ പിള്ളേർ ചെയ്യുന്നതാണ് സാധനം. അത് ഈ 2 കരോട്ടിഡ് ആർട്ടറി ഇങ്ങനെ വെച്ച് ഞെരുക്കി വെക്കുക. അത് സ്വയം ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കാം. അത് ചെയ്യിക്കുമ്പം മുകളിലേക്ക് ഹൃദയത്തിൽ നിന്ന് ആർട്ടറി വഴിയാണ് രക്തം പോകുന്നത്. 2 വെർട്ടിബിൾ ആർട്ടറി ഉണ്ട്, കരോട്ടിഡ് ആർട്ടറി ഉണ്ട്. ഈ ആർട്ടറി വഴി വന്ന രക്തങ്ങൾ നമ്മൾ അതിൻ്റെ ഫ്ലോ റെഗുലേറ്റ് ചെയ്യുകയും കുറയ്ക്കുകയും ചെയ്യുമ്പം ഈ തലച്ചോറിന് ഭയങ്കര റെസ്പോൺസാണ്. തലച്ചോറിന് ഈ ഓക്സിജനും തലച്ചോറുമായിട്ട് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ വിവരം അറിയാമെന്ന് പറയുന്നതാണ്, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ ഈ രക്തം പെട്ടെന്ന് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. എന്നിട്ട് അതിന് മാറ്റിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാം? ഈ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് പെട്ടെന്ന് മാറ്റിക്കഴിഞ്ഞാൽ രക്തം പെട്ടെന്ന് തലച്ചോറിലേക്ക് ഇരച്ചു കയറും. അപ്പോൾ ഭയങ്കര ഒരു അതിഥി വന്ന സന്തോഷത്തിൽ നമ്മൾ ചാടി എഴുന്നേൽക്കുന്ന പോലെ മസ്തിഷ്കം പ്രതികരിക്കുകയാണ്. കാര്യം ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മസ്തിഷ്കത്തിന്. ഇത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ്, ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ പെട്ടെന്ന് രക്തം അവിടെ ചെല്ലുമ്പോൾ നിങ്ങളൊരു വലിയൊരു ഡൊപ്പാമിൻ ഒക്കെ കൂടുതൽ കിട്ടിയാലുണ്ടാകുന്ന ഒരു ഹൈ ഉണ്ടാകും. യു ഫീൽ എ ഹൈ, ഒരു ഉന്മാദം, ഒരു കുറച്ച് ശരിക്കും ഓർഗാസം എന്നൊക്കെ പറയുന്നത്. ഈ രതിമൂർച്ച ഉണ്ടാക്കുന്നതും ഇതുണ്ടാക്കുന്നതും എല്ലാം ഒരേ സാധനമാണ്. അല്ല പ്രത്യേക ഓരോ ഐറ്റത്തിനും ഓരോരോ സംഭവമൊന്നുമില്ല. ഞാൻ പറയില്ല, നിങ്ങൾ സന്തോഷം ഉണ്ടാകുമ്പോൾ എപ്പോഴും എന്ത് ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഉണ്ടാകുന്നത്, സന്താപം ഉണ്ടാകുമ്പോൾ എന്ത് ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാകുന്നത്, എല്ലാം അത് ഒന്ന് തന്നെയായിരിക്കും. നിങ്ങളൊരു ചെസ്സ് കളിക്കാനിരിക്കുമ്പോൾ നിങ്ങളുണ്ടാകുന്ന ഉദ്യോഗം, ആ ഉദ്യോഗത്തിനനുസരിച്ചുണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ തന്നെ ആയിരിക്കും ഒരു യുദ്ധത്തിന് മുന്നേ ഉണ്ടാകും. ചെസ്സും യുദ്ധവും തമ്മിൽ നിങ്ങൾക്ക് വ്യത്യാസമില്ലാത്തതിൻ്റെ കാര്യം ഇതാണ്. ചെസ്സ് കളി തോറ്റാൽ ഉറങ്ങാൻ പറ്റത്തില്ല, യുദ്ധത്തിൽ തോറ്റാൽ ഉറങ്ങാൻ പറ്റില്ല. ഒരു ചെറിയൊരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ തലേന്ന് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. അത് പാർലമെന്റിലേക്ക് മത്സരിച്ചാലും അതേ അവസ്ഥയായിരിക്കും, ഒരേ ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിരിക്കും. ഐക്യരാഷ്ട്രസഭയിലൊക്കെ മത്സരിച്ചാലും ഇതേ സാധനമായിരിക്കും. അതായിരിക്കും തൊട്ടടുത്തുള്ള ഒരാളുമായിട്ടുള്ള പ്രശ്നം പോലും നമ്മളെ അഗാധമായി ഡിപ്രഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ തലച്ചോറിന് ഓരോ ആളോ ഇത് വലിയ ആളാതുകൊണ്ട് കുറച്ച് വിഷാദം മതി, അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ കുറച്ച് ചെറിയ മത്സരമാണ്, കുറച്ച് പിരിമുറുക്കം മതി, അങ്ങനെയൊന്നുമില്ല. ഒരേ സാധനങ്ങളാണ് ഒഴുകി വരുന്നത്, കെമിക്കൽസാണ് അവിടെ ഉണ്ടാകുന്നത്. അതാണ് ചോക്കിംഗ് ഗെയിം ഞാൻ പറഞ്ഞത്. അമേരിക്കയിൽ ചോക്കിംഗ് ഗെയിം കാരണം TV കളിലും പത്രമാധ്യമങ്ങളിലൊക്കെ നിരന്തരം പരസ്യം കൊടുക്കണം. അമേരിക്കയിലും മലേഷ്യയിലും യൂറോപ്പിലും ഇന്ത്യയിൽ വരെ ചെയ്യുന്ന കാര്യമാണ്. പറഞ്ഞാൽ 5 പൈസ ചിലവില്ലാതെ, മദ്യപിക്കാതെ, കഞ്ചാവ് അടിക്കാതെ, ഡ്രഗ് അടിക്കാതെ, ഉന്മാദം, ഈവൻ സെക്സ് പോലും ഇല്ലാതെ സെക്സിനേക്കാൾ സമാനമായിട്ടുള്ള ഉന്മാദം കിട്ടുന്നു എന്നുള്ളതാണ്. പിള്ളേർ അതായത് ഇങ്ങനെ കമർത്തുക, എടുക്കുക, ചിലപ്പോൾ അവിടെ തന്നെ കുഴഞ്ഞു വീഴും. അങ്ങനെ കുഴഞ്ഞു വീഴുന്ന ചിലപ്പോൾ തറയിൽ ഇപ്പോൾ നടന്നുകൊണ്ട് പോകുന്നിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ തറ ഇടിച്ച് അങ്ങനെ മരിച്ചവരുണ്ട്. ചില സഹായത്തോടെ ചെയ്യുന്നവരുണ്ട്. കുറേ നാൾ സഹായിച്ചോട് ചെയ്തിട്ട് ഗുരുവിനെ കിട്ടാതിരിക്കുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഒറ്റയ്ക്കുകയും അങ്ങനെ മരിക്കുന്നവരുണ്ട്, മരിക്കാത്തവരുണ്ട്. പലരും ഇങ്ങനെ നടക്കും. നമ്മുടെ താളവട്ടത്തിലെ മോഹൻലാൽ മോഡൽ ഇങ്ങനെ നടക്കുന്ന ടീമിലുണ്ട്. നല്ല പിള്ളേരൊക്കെ കാല് തളർന്നു പോകും, പാരാലിസിസ് വരും, ക്രിട്ടിക്കൽ എബിലിറ്റീസ് പോകും. പക്ഷെ ഇപ്പോഴും ആളുകൾ അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു അല്പം സുഖത്തിന് വേണ്ടി, ഒരു ഹൈ. ഇത് തന്നെ ഇന്ത്യൻ ചോക്കിംഗ് ഗെയിം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഹതയോഗികൾ ചെയ്തിട്ടുള്ള ഈ പ്രാണായാമ ക്രിയകളും മുദ്രകളും ഒക്കെ തന്നെ. ഇതാണ് ഉണ്ട് ദ ചോക്കിംഗ് ഗെയിം. ഇത് ഉഠ എന്ന് പറയുന്ന അമേരിക്കൻ സ്റ്റേറ്റിലെ ഒരു ക്രിസ്ത്യൻ ഏജൻസി ആണെന്ന് തോന്നുന്നു, അവരുടെ ഒരു സൈറ്റിനെ അടുത്താണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരുടെ എണ്ണമാണ് ഈ ഒരു ചോക്കിംഗ് ഗെയിം വഴി. മനുഷ്യ സന്തോഷം, ഒരു ഡൊപ്പാമിൻ എക്സ്പ്ലോഷനൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഹടയോഗികൾ ചെയ്ത് എങ്ങനെയാണ് അവർ ഉപയോഗിച്ചിരുന്ന മാദകവസ്തു എന്താണ്? ഓക്സിജനും ഹൈഡ്രജനും. ഓക്സിജൻ്റെ ഫ്ലോ നിയന്ത്രിക്കുക, കൂടുതൽ ഡീപ്പ് ബ്രീത്തിങ്. ചില പറയുന്നത് ഒരുപാട് ഓക്സിജൻ അങ്ങ് തലച്ചോറിലോട്ട് ചെല്ലട്ടെ എന്ന് പറയുന്നത്. ഓക്സിജൻ കൂടുതൽ എന്നാൽ എന്താ പ്രശ്നം? കാർബൺ ഡൈ ഓക്സൈഡ് കുറയും. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1%-ന്റെ 300-1 ഉള്ളൂ. ഓക്സിജൻ 21% ഉണ്ട് അന്തരീക്ഷവായുവിൻ്റെ. അപ്പോൾ കൂടുതൽ ഓക്സിജൻ ആവുന്നതനുസരിച്ച് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറഞ്ഞു വരും. കാർബൺ ഡൈ ഓക്സൈഡിനും നമ്മുടെ രക്തക്കുഴലുമായിട്ടൊരു പരിണാമപരമായ ബന്ധമുണ്ട്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ രക്തക്കുഴലുകൾ തുറക്കും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവുകൾ കുറയുമ്പോൾ രക്തക്കുഴലുകൾ അടയും. ഇത് ലോകസത്യമാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇങ്ങനെ ഓക്സിജൻ അടിച്ച് കയറ്റുന്നതനുസരിച്ച് എന്താണ്? ഒന്നുകിൽ അതിനെന്തെങ്കിലും ഉപയോഗം ഉണ്ടാവണം. അല്ലാതെ വെറുതെ ഓക്സിജൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ശരീരത്തിൽ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവുകൾ കുറയുകയും രക്തക്കുഴലുകൾ അടയുകയും ചെയ്യും.
അപ്പോൾ രക്തക്കുഴലുകൾ അടയുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജൻ അതിനകത്തോട്ട് പോകാനുള്ള സാധ്യത കുറയും. അതായത് കൂടുതൽ ഓക്സിജൻ നിങ്ങൾ കഴിക്കുമ്പോൾ അല്ല നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഓക്സിജൻ്റെ കുറവ് നിങ്ങൾ സംഭവിക്കുന്നു. രസകരമല്ലേ? നിങ്ങൾ വിചാരിക്കുന്നത് കൂടുതൽ ഓക്സിജൻ ആണ്, നിങ്ങൾ ഹൈപ്പർ വെന്റിലേഷൻ ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്, ഇഷ്ടം പോലെ ഓക്സിജൻ. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഓക്സിജൻ കൂടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് കുറയും, കാർബൺ ഡൈ ഓക്സൈഡ് കുറയുമ്പോൾ രക്തക്കുഴലുകൾ അടയും, രക്തക്കുഴലുകൾ അടയുമ്പോൾ ഓക്സിജൻ കുറച്ചേ കിട്ടും. ജസ്റ്റ് ഓപ്പോസിറ്റ്. മനസ്സിലായോ? ഇത് ആളുകൾ വിചാരിക്കുന്നത് ഓക്സിജൻ കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണ് ഉന്മാദം. ഓക്സിജൻ കൂടുതൽ കിട്ടുന്നതുകൊണ്ടല്ല ഉന്മാദം ഉണ്ടാകുന്നത്, ഓക്സിജൻ കുറച്ച് കിട്ടുന്നതുകൊണ്ടാണ്. നിങ്ങൾ ഓക്സിജൻ കൂടുതലാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പണി മുടക്കുമ്പോൾ ഓക്സിജൻ കുറഞ്ഞു പോകുന്നതാണ്. ഇതാണ് സംഗതി.